ജനഹിതം മാനിക്കുന്നു. LDFന് അപ്രതീക്ഷിതമായ പരാജയമാണ് ഉണ്ടായത്. ഇത്ര കനത്ത പരാജയം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ജനവിധി നേരെ തിരിച്ചാണ്. അത് മാനിക്കുന്നു. തെറ്റുകൾ സംഭവിച്ചുവെങ്കിൽ അത് തിരുത്തും. കോഴ്സ് ഓഫ് കറക്ഷൻ LDFൻ്റെ ഭാഗത്തുണ്ടാകും. ജനങ്ങൾക്കിടയിൽ കൂടുതൽ ഇറങ്ങി പ്രവർത്തിക്കും. ജനങ്ങളോടൊപ്പം 5 വർഷം ഞങ്ങളുണ്ടാകും. ഒരു സംശയം ആർക്കും വേണ്ട. പയ്യന്നൂരും തളിപ്പറമ്പ് ഉൾപ്പെടെ ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലങ്ങൾക്കകത്തുണ്ടായ പരാജയം വളരെ ഗൗരവമായി കാണുന്നു. ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും. തിരുത്തേണ്ട ഭാഗമുണ്ട്, തിരുത്തും. ജനങ്ങളോടൊപ്പം 5 വർഷം ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ പ്രവർത്തിക്കും. ജനങ്ങളൊക്കെ ഇറങ്ങിച്ചെന്ന കാര്യങ്ങൾ കേൾക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ സജീവമായി ഞങ്ങളുടെ ദിവസം പ്രവർത്തിക്കും. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് സൂക്ഷ്മമായി ഞങ്ങൾ പരിശോധിക്കും. ഇപ്പം കിട്ടുന്ന ഉപരിപ്ലവമായ കാര്യങ്ങൾ വെച്ച് അഭിപ്രായം പറയാൻ സാധിക്കില്ല. എന്താണ് കാരണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്തും. ധർമ്മടം കണ്ണൂർ ജില്ലയിലെ ലെഫ്റ്റ് ജയിക്കുന്ന സെഗ്മെൻറ്റുകൾ നോക്കിയാൽ അതിലേറ്റവും പിറകിൽ നിൽക്കുന്നൊരു സെഗ്മെൻറ്റാണ്. നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള ലെഫ്റ്റ് ഡോമിനേറ്റഡായ കോൺസ്റ്റിറ്റ്യുവൻസി അല്ല ധർമ്മടം. അപ്പോൾ അതിനകത്ത് ആദ്യ റൗണ്ടിലൊക്കെ അവർക്ക് ലീഡ് ചെയ്യാൻ സാധിക്കുന്ന പ്രദേശങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഫസ്റ്റ് ധർമ്മടത്ത് ശ്രീ KK നാരായണൻ മത്സരിച്ചിരുന്നു. അതിനുശേഷമുണ്ടായ ലോക്സഭാ സെഗ്മെൻറ്റുകൾക്ക് തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ആ കാര്യത്തിൽ പിറകോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ധർമ്മടത്തുൾപ്പെടെ ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും. അത് സൂക്ഷ്മതലത്തിൽ ഒരു മൈക്രോ ലെവലിൽ ഇറങ്ങി പരിശോധിച്ചാൽ മാത്രമേ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് പറയാൻ പറ്റൂ. ഏതായാലും LDF പേരാമ്പ്രയിലും തോറ്റു, ബാലുശ്ശേരിയും തോറ്റു. അത് ഞങ്ങൾ മാനിക്കുന്നു. ഞങ്ങൾ വളരെ സജീവമായി ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും. ഇത് തെരഞ്ഞെടുപ്പിൽ തിരിച്ച് വർദ്ധിത വീര്യത്തോടെ 2030 ഞങ്ങൾ വരും. 977 ഇതിന് സമാനമായ റിസൾട്ടായിരുന്നു. പക്ഷേ 1980 ഇടതുപക്ഷം തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ 2031 ഇപ്പോൾ 5 വർഷം പുറത്തു നിൽക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 2031 വിൽ ബൗൺസ് ബാക്ക്. BJP അവകാശപ്പെട്ട് ഇതിനേക്കാൾ കൂടുതൽ സീറ്റ് ജയിക്കുമെന്നായിരുന്നു. പക്ഷേ ആ അവകാശവാദത്തെ കേരളത്തിൽ ജനങ്ങൾ തിരസ്കരിച്ചു. അല്ല, അദ്ദേഹം ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്ത കാര്യം ശരിയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയായി. 5 വർഷം ഞങ്ങൾ പ്രതിപക്ഷത്ത് നിൽക്കുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തം നിർവഹിച്ച് ഇടതുപക്ഷം പ്രവർത്തിക്കും, സഭക്കകത്തും പുറത്തും.